very happy new year. എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. With your- പ്രതീക്ഷിക്കുക. Thank God for this lovely morning. ഇന്നത്തെ വളരെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. 2 days back we finished 2021. 2 ദിവസം മുമ്പ് ആയിട്ട് നമ്മൾ 2021 എന്ന വർഷം പൂർത്തീകരിച്ചു. I was telling, there cannot be any better way to finish the year with that amazing biryani. ഈ 2021 വർഷം വളരെ മനോഹരമായിട്ട് ബിരിയാണി കഴിച്ച് നമ്മൾ അവിടെ തീർക്കുകയുണ്ടായി. Biryani was not only the highlight, but the challenging word ministry we had from Brother Rebbe. ദൈവവചനത്തിൽ നിന്ന് ശക്തമായ ദൈവവചനം കേട്ടു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം, അല്ലാതെ ബിരിയാണിയുടെ പ്രത്യേകത അല്ല. We all were challenged to take decision, right? നമ്മളെല്ലാവരും തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയുണ്ടായല്ലോ. And there was no one left here without any option, either this or that. നമുക്ക് ആർക്കും തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ, ഒന്നുകിൽ നന്മയിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക്. The decisions are important in our lives. തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. And that brings me to my word ministry today. ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. But we Indians have our own reasons and argument to take decisions. എന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ അതിന് പല രീതിയിലുള്ള ന്യായവാദങ്ങൾ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. And we Malayalis are the most smart people and making reasons for the making decision. എന്നാൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലവിധമായ കാരണങ്ങൾ നിരത്തുന്നതിൽ മലയാളികളായിരിക്കുന്ന നാം അതിവൈദഗ്ധ്യമുള്ളവരുമാണ്. I was told a story last week. ഞാനൊരു കഥ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. We Malayalis are known for our different skills. നമ്മുടെ മലയാളികളായിട്ടുള്ള നാം എല്ലാവരും തന്നെ പലവിധമായ നൈപുണ്യങ്ങളിൽ കഴിവുള്ളവരാണ്. Internationally we are known for the medical skills, like best nurses we produce from Kerala. നാം ആരോഗ്യ മേഖലയിൽ തന്നെ നല്ല വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെയും അല്ലെങ്കിൽ വൈദ്യരെയും നഴ്സസിനെയും സൃഷ്ടിക്കുന്നവരാണ്. Good software engineers, നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നമ്മുടെ ഇടയിലുണ്ട്. doctors, വൈദ്യരുണ്ട്. I have been dealing with lot of advocates, so they are the best, I feel. നല്ല നിയമ വൈദഗ്ധ്യം ഉള്ള ന്യായാധിപന്മാർ നമ്മുടെ ഇടയിലുണ്ട്. They can get out of get the argument go out of anywhere from anything. That quality they have. അവർ എന്തിൽ നിന്നും ഏതിൽ നിന്നും അതിൽ ന്യായം അവരുടെ കഴിവിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. So there was one Malayali doctor and one advocate which I was recently heard about. ഒരു വക്കീലിനെ കുറിച്ചും അതുപോലെ ഒരു വൈദ്യനെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. I firmly believe this story is not a original one, but even if this is original, this must have taken after the demonetization. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് അറിയത്തില്ല, എന്നാലും ഈ നമ്മളെ നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന സംഭവമാണ്. The doctor started a clinic and he put a board that in 200 rupees you can get the diagnosis for your disease in whatever disease you have. വൈദ്യൻ ഇങ്ങനെ തന്റെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയുണ്ടായി. തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗനിർണയത്തിനും അതിന്റെ പരിഹാരത്തിനും ഒക്കെ ആയിട്ട് 200 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നു ഒരു ബോർഡും വെച്ചു. So in 200 rupees you pay the money and you can be diagnosed for any disease whatever is there, or else he is not able to diagnose, he will give the 2000 rupees back. ആ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, 200 രൂപ കൊടുത്താൽ ഏത് അസുഖവും നിങ്ങൾക്ക് അത് രോഗനിർണയം നടത്തുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും കഴിയും. അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ 2000 രൂപ നിങ്ങൾക്ക് മടക്കി തരും എന്ന് പറയുകയുണ്ടായി. Malayali advocates, they are too good, as I said. മലയാളി വക്കീലന്മാർ അതിലൊക്കെ വൈദഗ്ധ്യമുള്ളവരാണെന്ന് നമുക്ക് അറിയാമല്ലോ. So one advocate, when he heard this, when he read this board, he started you can imagine the thoughts going in his brain. ഈ ഒരു വാക്യം അല്ലെങ്കിൽ ആ ബോർഡ് വായിച്ചതിന് ശേഷം എനിക്ക് തന്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്തയുണ്ടായി. So he said, I need to really take this fellow in word. So he went as a patient and met the doctor paying 200 rupees.
അങ്ങനെ ആ വക്കീല് ആ ഡോക്ടറിനെ കാണുവാൻ തീരുമാനിക്കുകയും ആ 200 രൂപ കൊടുത്ത് ഡോക്ടറെ കാണുവാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു. He said, Doctor, I don't have any taste. ആ ആ ഡോക്ടർ വക്കീല് ഡോക്ടറിനോട് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് യാതൊന്ന് കഴിച്ചാൽ എനിക്ക് രുചി അറിയാനായിട്ട് So കഴിയുന്നില്ല. doctor said, okay, fine, we'll diagnose it. And he pressed the button. Immediately the attender came and the doctor said, bring 2 drops of that from bottle number 29. ഒരു ബെല്ലടിച്ച് ആ അറ്റൻഡറെ വിളിച്ചിട്ട് 29ാമത്തെ ബോട്ടിലുള്ള ബോട്ടിലെ 2 തുള്ളി മരുന്ന് എടുത്തുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു. And put it in his mouth. എന്നിട്ട് അദ്ദേഹത്തെ ആ വക്കീലിന്റെ വായിലേക്ക് ഇട്ടു. The moment the drops came on the tongue, he said, doctor, this is nothing but kerosene. ആ ഒരു തുള്ളി നാവിലേക്ക് വീണ ആ സമയത്ത് തന്നെ ആ വക്കീൽ എഴുന്നേറ്റ് പറഞ്ഞു, ഇത് മണ്ണെണ്ണയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. So he said, see, you got your taste back. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ രുചി നിങ്ങൾക്ക് മടക്കി കിട്ടിയിരിക്കുകയാണ്. So advocate was disappointed. He went his way and he again made up his mind. He took a decision. I need to trap this fellow by any means. അങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് ആ വക്കീൽ മനസ്സിലാക്കി തിരിച്ചു മടങ്ങി പോവുകയും, പക്ഷേ തന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഡോക്ടറിനെ കുരുക്കിലാക്കണമെന്ന ഒരു പദ്ധതി തയ്യാറാക്കാൻ താൻ തീരുമാനിച്ചു. Next week he came to meet the doctor. അങ്ങനെ പിന്നെയും ആ ഡോക്ടറിനെ കാണുവാനായിട്ട് അദ്ദേഹം വന്നു. He paid $200. 200 രൂപ അദ്ദേഹം പിന്നെയും നൽകി. And he said, doctor, I have lost the memory. അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ഓർമ്മശക്തി നശിച്ചു ഡോക്ടറെ. So immediately doctor pressed the button. പിന്നെയും ഡോക്ടർ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. And asked the attender, get that 2 drops of medicine from bottle number 29. എന്നിട്ട് പറഞ്ഞു, ആ 29ാമത്തെ ബോട്ടിലെ 2 ഡ്രോപ്പ് മരുന്ന് എടുത്തുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു. Immediately the advocate said, hey doctor, that was kerosene, don't bring that anymore. അപ്പൊ ഉടനെ തന്നെ ആ വക്കീല് പറയുകയാണ്, അത് മണ്ണെണ്ണ ആയിരുന്നില്ലേ അത് ആ ബോട്ടിൽ 29ലുള്ളത്. Doctor said, see, you got your memory back, thank you so much. അപ്പൊ ആ വൈദ്യൻ പിന്നെയും പറഞ്ഞു, നിങ്ങളെ ഓർമ്മശക്തി തിരികെ ലഭിച്ചിരിക്കുക. So advocate is advocate, they will never stop unless they trap you. വക്കീൽമാരെ നമുക്കറിയാം, അവർ ഒരിക്കലും അങ്ങനെ അതുകൊണ്ടൊന്നും നിർത്തുന്നവരല്ല, അവർ പിന്നെയും എങ്ങനെയെങ്കിലും കുരുക്കിലാക്കണമെന്ന് വിചാരിച്ചു. And that to a Malayali advocate, so he will always have his own decisions to trap you, right? ആ മലയാളി വക്കീലിന് എന്തായാലും തന്റേതായ രീതിയിൽ പല രീതിയിൽ എങ്ങനെ കുരുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. So next week he came with his driver inside. തന്റെ ഡ്രൈവറുമായിട്ട് അടുത്ത ആഴ്ച താൻ വന്നു. He was wearing a black glass. He was holding the hand of his driver, and he came to meet the doctor, paying $200. തന്റെ ഡോക്ടറുടെ കൈ പിടിച്ച ഒരു വടിയുമായിട്ട് താൻ കറുത്ത കണ്ണടയും വെച്ച് ആ ഡോക്ടറെ കാണുവാനായിട്ട്. And he said, doctor, I can't see. എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, എനിക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല. So doctor checked his eyes and said, I can't diagnose you. Take this money with you. എനിക്ക് നിങ്ങളുടെ രോഗം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല, ഈ ഒരു കാശ് നിങ്ങൾ മടക്കി കൊണ്ടുപോയിക്കോളൂ. So advocate was too excited. He is going to get his words. He is going to get his $2,000. അങ്ങനെ ആ വക്കീലിന് ഭയങ്കര സന്തോഷമായി, തനിക്ക് 2000 രൂപ കിട്ടുവാനായിട്ട് പോവുകയാണല്ലോ. So the moment he handed over the note, immediately the advocate said, doctor, ഇത് 200 രൂപ, not the 2,000 rupees. അങ്ങനെ ആ നോട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, ഡോക്ടറെ ഇത് 200 രൂപയല്ലേ 2000 രൂപയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. So immediately the doctor said, see, you have a vision. It's not the issue which you have come here for. അപ്പോ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, ഈ ഒരു പ്രശ്നമായിട്ടല്ലല്ലോ നിങ്ങൾ വന്നത്. Why did I say after demonetization? Because there was no note of 2,000 rupees before. ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിന് ശേഷമാണ് സംഭവിച്ചതെന്ന് പറയാൻ കാരണം 2000 നോട്ട് അതിനു മുമ്പ് ഇല്ലായിരുന്നല്ലോ. We are very good in taking decision and giving the reasons for non obeying the decisions. നമ്മൾ എല്ലാവരും തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കെൽപ്പുള്ളവരാണ്. അത് ആ കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. We are too smart people. നമ്മളെല്ലാവരും അതിൽ അതിവൈദഗ്ധ്യമുള്ളവരാണ്. And we have our own reasons and argument which we lay before the people, and sometimes even we lay before God. നമ്മൾ എല്ലാവരും അതിന്റെ ന്യായവാദങ്ങളോ അല്ലെങ്കിൽ കാരണങ്ങളോ നിരത്തുവാനായിട്ട് മനുഷ്യരുടെ മുമ്പിലോ ദൈവത്തിന് മുമ്പിലോ നിരത്തുവാനായിട്ട് ശ്രമിക്കാറുള്ളവരാണ്. But why do we take decision? എന്നാൽ എന്തുകൊണ്ടാണ് നാം തീരുമാനങ്ങൾ എടുക്കാത്തത്? No, why do we take decision? എന്തുകൊണ്ടാണ് നാം തീരുമാനങ്ങൾ എടുക്കുന്നത്? Why do we take decision particularly for our spiritual life? എന്തുകൊണ്ടാണ് ഈ ആത്മീയ ജീവിതത്തിൽ നാം തീരുമാനം എടുക്കുന്നത്?
The title of the message is Call for Belief. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ രീതിയിൽ പറയുകയാണ്, വിശ്വാസത്തിനായുള്ള ആഹ്വാനം. This is a very, very familiar portion which we have been reading right from our childhood, from Sunday school days. Please read chapter 6 of John from verses 5 up to verse 13. നമുക്ക് ഏവർക്കും സുപരിചിതവും ചെറുപ്പകാലം മുതലെല്ലാം നാം പഠിച്ചു വന്നതുമായിട്ടുള്ള കേട്ടിട്ടുള്ളതുമായിട്ടുള്ള സംഭവത്തെയാണ്. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13 വരെ, 5 to 13. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. We will read only 2 verses, 5 and 6. നമ്മൾ അതിലെ 5-ഉം 6-ഉം മാത്രം ആദ്യം വായിക്കാം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. There is a very, very profound verse here which I counted in verse 6. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ ഊന്നി പറയുവാനായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണ് അതിലെ 6-ാമത്തെ വാക്യം. The verse 6 says Jesus knew what he's going to do, but he wanted to test Philip. അവിടെ പറയുകയാണ്, ഇതവനെ പരീക്ഷിക്കുവാനായിട്ടാണ്, ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാനായിട്ടാണ് ചോദിക്കുന്നത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. Feeding the 5,000 is a story here. ഇവിടത്തെ സംഭവം എന്ന് പറയുന്നത് 5000 പേരെ പോഷിപ്പിക്കുന്നതാണല്ലോ. Most of the time when we read this portion, we realize Jesus Christ is a provider. നാം ഈ ഭാഗം അല്ലെങ്കിൽ ഈ സംഭവം വായിക്കുന്ന സമയത്തെല്ലാം തന്നെ നാം ചിന്തിക്കുന്നത് കർത്താവ് നമ്മുടെ ദാതാവാണ്, നമ്മെ കരുതുന്നവനാണ് എന്ന രീതിയിലാണ്. You know, we always have been teaching, we always have been learning, you know, Christ can do anything out of nothing, right? നാം എപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, കർത്താവിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തും ചെയ്യുവാനായിട്ട് കഴിയുമെന്ന ഒരു അർത്ഥമാണ് അതിൽ നിന്ന് എടുക്കുന്നത്. But when we read this portion carefully, we will realize that exactly was not the only thing which Jesus Christ wanted to teach them there. എന്നാൽ അത് സസൂക്ഷ്മം നാം വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് മാത്രമല്ല അതുകൊണ്ട് ദൈവം അവിടെ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. That is the base, you know, this verse 6 is the base of that particular thing. ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് എടുക്കാവുന്ന വാക്യമാണ് അതിന്റെ 6-ാമത്തെ വാക്യം. Jesus wanted to test Philip as he knew what is he going to do. ആ ഫിലിപ്പോസിനെ അവൻ പരീക്ഷിക്കുവാനായിട്ട് പോവുകയാണ്. എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. I mean, the whole entire verse is describing for something which is going to happen there. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിന്റെ ശരിയായ രൂപരേഖ നൽകുന്ന ഒരു വാക്യശകലമായിട്ട് അതായിരിക്കും. John is very what do you call, in very detail he is explaining, he is giving the word, forming the words to make it a sentence so that the reader can understand what's going to happen or what's going to follow thereafter. എന്ത് അതിനുശേഷം അവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ആ 6-ാമത്തെ വാക്യം യോഹന്നാൻ ദൈവാത്മാവിനാലോടെ രേഖപ്പെടുത്തുകയാണ്. So I am going to just bring before you the 3 observation and I'm sure we will be able to learn the lessons what God has intended us to. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. And I am sure this will help you all to take the right decision and follow appropriately, that is to call for your belief in God. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളെ ദൈവത്തിന്റെ വിളിക്ക്, ആഹ്വാനത്തിന് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്നതിൽ 2 പക്ഷമില്ല. Number 1, ഒന്നാമത്തെ കാര്യം, trust God with whatever you have got. നിങ്ങൾക്ക് എന്ത് ആശ്രയമാണുള്ളത് ആ ആശ്രയത്തിനാൽ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുക. Trust God with whatever you have got. നിങ്ങൾക്ക് എന്ത് ആശ്രയമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആ ആശ്രയത്താൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക. Now here the issue is Jesus Christ is turning, you know, that's what written, right? Verse 5, can you just read it again? 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് Okay, അപ്പം? it is only describing Philippos node. You know, he is just telling that. That is how it has been written there in Malayalam. അവിടെ ഫിലിപ്പോസിന് ചോദിക്കുന്നതായിട്ടാണ് മലയാളത്തിൽ നാം അവിടെ കാണുന്നത്. But in the English version it says he turned towards Philip. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരിടത്ത് ഇങ്ങനെയാണ് കാണുന്നത്, ആ ഫിലിപ്പോസിലേക്ക് താൻ തിരിഞ്ഞ്, and then he is asking something specifically to Philip.
എന്നിട്ട് വ്യക്തമായി താൻ ഒരു കാര്യം അവിടെ ഫിലിപ്പോസിനോട് ചോദിക്കുക. What? How are we going to feed these people? എങ്ങനെയാണ് ഇത്രയും പുരുഷാരത്തിന് നാം ആഹാരം നൽകുവാനായിട്ട് പോകുന്നത്? Is that the question did he ask? ആ ചോദ്യമാണോ അവനോട് ഫിലിപ്പോസിനോട് ചോദിച്ചത്? No, he's not saying that. He's not asking that. He's saying, let us get the food for these people. അവിടെ അവൻ ചോദിക്കുന്നത് ഈ പുരുഷാരത്തിന് വേണ്ടി ആഹാരം നൽകുവാനായിട്ടാണ്. He turned towards Philip and then he's asking this. ഈ ഫിലിപ്പോസിനോട് തിരിഞ്ഞ് ഈ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുക. You know the phrase turn towards Philip. He is specifically hitting the head of the nail of Philip's problem. ആ ഫിലിപ്പോസിന്റെ ശരിയായ പ്രശ്നത്തിന്മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് തന്നെ കർത്താവ് അവിടെ ഫിലിപ്പോസിനോട് ആ ചോദ്യം ചോദിക്കുക. How would we know this? എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? Now this whole parable or whole story has been elaborated by all four gospel writers. ഈ ഒരു സംഭവം തന്നെ 4 സുവിശേഷങ്ങളിലും ദൈവാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And when you read them all together, then you realize what exactly has happened there. എന്നാൽ ആ 4 ഭാഗങ്ങൾ നാം ഒരുമിച്ച് വായിച്ചാൽ അവിടെ എന്താണ് ശരിയായിട്ട് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. Now read Matthew chapter 13, Matthew 14, മത്തായി സുവിശേഷം 14-ാം അധ്യായം and 15 onwards. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. Okay, go ahead. 16. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ. That is the background. അതാണ് അവിടെ നടക്കുന്നതിന്റെ പശ്ചാത്തലം. So Matthew is explaining, it was a deserted land, it was evening, and these disciples came to the Lord and they said, they came to the Lord and asking, Master, please send them away. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ആ ശിഷ്യന്മാരൊക്കെയും ആ മരുഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് മരുഭൂമിയിലായിരിക്കുന്നു. അവർ യേശു ക്രിസ്താവിനോട് വന്നിട്ട് പറയുകയാണ്, നേരം വൈകിയിരിക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് കർത്താവിനോട് പറയുക. Now read Mark chapter 6. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം നമുക്ക് നോക്കാം. And read it from 36 onwards, 36, 37. അതിന്റെ 36 37 വാക്യങ്ങൾ. 34 onwards. 34 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരം നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവർ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചത്. Okay, now here the information is little more elaborated. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ സംഭവത്തെ വിവരിക്കുന്നുണ്ട്. We do not have any food. This food there, it's a deserted place. If we get anything, there is not anything nearby. So they are explaining the problem before the Lord. അവര് അവിടെ ഇവിടെ അടുത്തൊന്നും ഭക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവര് ആ പ്രശ്നം കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കുക. And then Jesus Christ is saying, give them food. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുവാനായിട്ട്. Come to Luke, he is giving little more elaboration. ലൂക്കോസ് സുവിശേഷം വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Okay, Luke chapter 9 verses 12 onwards. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. പകൽ കഴിവാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കെ കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടിലുകളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. Okay. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞതിന് 5 അപ്പവും 2 മീനും അല്ലാതെ അധികം തങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളേണമോ എന്ന് അവർ പറഞ്ഞു. Now when you read this portion, you will understand they are arguing with the Lord. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ന്യായവാദങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And if you ask any screenplay writer, he will write the whole scene in this way. ഈ ഒരു തിരക്കഥ എഴുതുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തെ അവർ ഈ രീതിയിൽ വിവരിക്കുവാനായിട്ട് ശ്രമിക്കും. Basically it was a very deserted land. അതൊരു മരുഭൂമി ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. And Jesus Christ had come there in the somewhere in the morning or afternoon, and when he came there, it was a kind of a mountain, mountain terrain.
അവര് കർത്താവും ശിഷ്യന്മാരുമായിട്ട് ആ പ്രദേശത്ത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ സമയത്ത് അവരെല്ലാവരും ആ സ്ഥലത്ത് എത്തുന്ന ഒരു മലകൾ നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് By മനസ്സിലാക്കാൻ the കഴിയും. time Jesus Christ comes there, he already finds lot of multitude. I mean, lot of people, already waiting for him. ആ സമയത്ത് തന്നെ അവരെ എല്ലാവരും തന്നെ കർത്താവിനെ പ്രതീക്ഷിച്ച് അനേക പുരുഷാരം അവിടെ ആയിരിക്കുന്നുണ്ട്. And there, Christ finds it compassionate, to see this huge multitude without shepherd. ഈ ഒരു പുരുഷാരത്തെ കണ്ടിട്ട് അവൻ മനസ്സലിയുകയാണ്. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ആ പുരുഷാരത്തെ കണ്ടിട്ട്. So he climbs on the height and he sits there and starts to teach them. അവൻ അവിടെ ആ ഉയർന്ന സ്ഥലത്തേക്ക് കയറിയിരുന്ന് അവരോട് സംഭാഷിക്കുവാനും പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും തുടങ്ങി. But all of a sudden he realizes, the disciples come and they say, Master, please send them away. We are in a very remote place. There is no food, nothing. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാരെല്ലാം തന്നെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഇതൊരു നിർജ്ജന പ്രദേശമാണ്, അവിടെ ഭക്ഷണമൊന്നും ലഭിക്കുകയില്ല, ഭക്ഷണം കൊള്ളുവാനായിട്ട് അവരെ പറഞ്ഞയക്കണമെന്ന് പറയുക. And that time Jesus Christ turns towards the Philip. ആ സമയം ഫിലിപ്പോസിലേക്ക് തിരിഞ്ഞുകൊണ്ട് കർത്താവ് ഫിലിപ്പോസിനോട് ഒരു കാര്യം പറയുകയാണ്. Arrange food for them. അവർക്ക് വേണ്ടി ആഹാരം ശരിയാക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് പറയുക. And then Philip goes and this disciple, when you compare these all portions, you will realize they are discussing among themselves. ഈ ഒരു ഭാഗം നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശിഷ്യന്മാർ തമ്മിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് അവര് സംസാരിച്ച് ഇതിനെ ഒരു തീരുമാനത്തിൽ അവരെത്തിക്കുകയാണ്. And then the discussion is, where are we going to get the food? എന്നിട്ട് അവരുടെ സംഭാഷണത്തിൽ നിന്ന് അവർ പറയുകയാണ്, ഇവിടെ ഇത്രയും പേർക്ക് നമുക്ക് എവിടെ നിന്ന് ആഹാരം നൽകുവാൻ കഴിയുക. Then their argument is again getting into that level where they are reasoning, if we have this 5,000 men only, I mean, so this so many people, more than 5,000 people, so one person this much amount of money, if we 12 of us work together for 2 months, we can only get around 200 denarii, and that will also be not sufficient for feeding this 5,000 above people. ആ സംഭാഷണത്തിൽ നിന്ന് അവരൊരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. അവർ ആലോചിക്കുകയാണ്, 5000 പുരുഷന്മാർ തന്നെ അവിടെയുണ്ട്, എത്രയോ ആൾക്കാർ ഇവിടെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആഹാരം നൽകുവാനായിട്ട് കഴിയും? 200 വെള്ളി അല്ലെങ്കിൽ കാശ് കൊണ്ട് നമുക്ക് മാക്സിമം വളരെ കുറച്ചു പേർക്ക് നൽകുവാനായിട്ട് ഒരുപക്ഷെ കഴിയുമായിരിക്കും. എന്നാൽ ഇത് മുഴുവൻ ആൾക്കാർക്കും എങ്ങനെയാണ് ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുക എന്ന തീരുമാനത്തിലെത്തുകയാണ്. They are discussing, if we go and work outside for 2 months and we get 200 denarii, that will also be not sufficient to feed these people. അവർ പറയാൻ 2 മാസം ഞങ്ങൾ അധ്വാനിച്ച് ആ 200 വെള്ളിക്കാശ് ഒരുപക്ഷെ കിട്ടുകയാണെങ്കിൽ പോലും ഇതിന് മതിയാകത്തില്ല, 200 പണത്തിന് പോലും ഇത് മതിയാകത്തില്ല. Then they all come back to Christ and they say, no, Master, please send them all off from here. എന്തായാലും കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് അവർ പറയുകയാണ്, കർത്താവെ അവരെ പറഞ്ഞയക്കണമേ എന്ന്. ആരോടാ പറയുന്നത്? Whom are they telling these things to? അവർ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? They are arguing with the master of universe. സംവത്സരങ്ങളുടെ വർഷങ്ങളുടെ ദൈവമായ കർത്താവിനോടാണ് അവർ ഈ ഒരു കാരണം അവർ അവതരിപ്പിക്കുന്നത്. In a human speaking, മാനുഷികമായ രീതിയിൽ സംസാരിക്കുമ്പോൾ was their concern uncommon? ഈ ഒരു ആകുലത വ്യത്യസ്തമായ ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? What do you think? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? If Christ come right here and tells Saji uncle and Jason uncle, give them food right now, of course they are going to have a discussion outside, all the elders, and they are going to find out, where are we going to get the food. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക, കർത്താവ് ഇപ്പൊ നമ്മുടെ ഇടയിൽ വന്നിട്ട് എല്ലാവർക്കും ആഹാരം കൊടുക്കണമെന്ന് ജയ്സലങ്ങളോട് സജീവങ്ങളോട് ഇപ്പൊ കർത്താവ് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അവർ പുറത്തു പോയി അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ഇപ്പൊ എങ്ങനെയാണ് ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. Vikas Vipin will also be called to check the balance sheet. വികാസിനെയും വിപിനെയും വിളിച്ചിട്ട് കാശിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ലേ? This is a normal thing. ഇതാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. But what was abnormal here? എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താ? Why only Jesus Christ chose Philip? എന്തുകൊണ്ടാണ് കർത്താവ് ഫിലിപ്പോസിന് തന്നെ അത് ചോദിക്കുവാനായിട്ട് ഇടയായത്? Because Philip was a man with the integrity and man with the calculations. ഫിലിപ്പോസ് എന്ന മനുഷ്യൻ വളരെ താത്വികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. He was not like Peter.
അവൻ പത്രോസിനെ പോലെ ഒരു വ്യക്തിയല്ല. But somewhere down the line, Jesus wanted to build Philip and through him all the disciples so that they can rely, they can depend on him. ആ ഫിലിപ്പോസിനെ പണിയുവാനായിട്ട് ആ നിമിഷത്തിൽ ദൈവം തീരുമാനിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിനുള്ള ആശ്രയത്തെ മനസ്സിലാക്കി കൊടുക്കുവാനും അവിടെ ശ്രമിക്കുകയാണ്. See, till this moment, till this happening, they already have a series of situations where they had seen Jesus Christ as a God, as a miraculous man. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഒട്ടനവധിയായ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ, കർത്താവിനെ അവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിലുള്ള അനേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. They had seen Jesus turning the water into wine. അവൻ ആദ്യം തന്നെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. He had seen the paralytic man to be dropped, who was dropped from the rooftop to be healed, walking with his bed. ആ പക്ഷപാതക്കാരനെ, മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ തന്റെ സന്നിധിയിലേക്ക് ഇറക്കുമ്പോൾ അവനെ അവൻ സൗഖ്യമാക്കുന്നുണ്ട്. They had seen a man with a crippled hand being healed. വരണ്ട കൈയുള്ള മനുഷ്യനെ അവൻ സൗഖ്യമാക്കുന്നുണ്ട്. They had seen the Lord calming the sea. Calming the sea. കടലിലൂടെ നടന്നു വരുന്നുണ്ട്. Calming. കടലിനെ ശാന്തമാക്കുന്നുണ്ട്. They had seen number of miracles Jesus Christ have been performing. കർത്താവ് ചെയ്ത അനേകമായ അത്ഭുതങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Then where is their faith? എന്നാൽ എവിടെയാണ് അവരുടെ വിശ്വാസം? Where is their trust? അവരവരുടെ ആശ്രയത്വം എവിടെയായിരുന്നു? My beloved, let me ask you today. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Have you seen Christ working in your life in 2021? 2021 എന്ന് പറയുന്ന വർഷത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ചതിനെ നിങ്ങൾ കാണുന്നുണ്ടോ? Where is your faith? എവിടെ നിങ്ങളുടെ വിശ്വാസം? Where is your dependency? കർത്താവിലുള്ള ആശ്രയത്വം എവിടെയാണ്? And that brings me to my initial question. Why do you get away from your decision? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരുവാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറി അല്ലെങ്കിൽ മാറിപ്പോകുന്നത്? See, Christ will bring you the situation specifically to teach you something. ഈ ഒരു സാഹചര്യങ്ങൾ തന്നെയും നിങ്ങളെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് അതിലോട്ട് എത്തിക്കുന്നത്. How would we know that? എങ്ങനെ നമുക്കത് അറിയാനായിട്ട് കഴിയും? Read chapter 21 of Luke. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം verses 59 and 60, if I'm not wrong. 59 नहीं 21. Luke 21. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 59 38 വരെ ഉള്ളൂ. Luke 21. Peter denying Christ. കർത്താവിനെ പത്രോസ് തള്ളിപ്പറയുന്ന സന്ദർഭം നമുക്ക് ഒരിടത്ത് കാണുവാനായിട്ട് കഴിയും. 22 22-ാം അധ്യായം അതിന്റെ 59-ഉം 60-ഉം ഭാഗം. ഏകദേശം 1 മണി നേരം കഴിഞ്ഞപ്പോൾ വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. Now the question here is, ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, the croaking of rooster was unusual. കോഴി കൂകുന്നത് വ്യത്യസ്ത അല്ലെങ്കിൽ വിഭിന്നമായ ഒരു കാര്യം വല്ലതുമാണോ? ഇതിന്റെ മുമ്പേ കോഴി കൂവിട്ടില്ല. ഇതിനു മുമ്പേ കോഴി കൂകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? There have been lot of roosters croaking before. ഇതിനു മുമ്പ് അനേക കോഴികൾ കൂകിയിട്ടുണ്ട്. Then what was unusual there? എന്നാൽ ആ ഒരു സമയത്തെ പ്രത്യേകത എന്തായിരുന്നു? Now you may say Peter denied Christ. നിങ്ങൾ പറയുമായിരിക്കും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു സന്ദർഭമാണ് എന്ന്. Did the other disciples did they stand with the Lord at that point of time? ആ ഒരു സമയത്ത് മറ്റു ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നിട്ടുണ്ടോ? No, they also ran away. They all are also abandoned. അവരെല്ലാവരും തന്നെ കർത്താവിനെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞിരുന്നു. Then what happened at that point? That croaking of rooster and denying of Peter was so specific. എന്നാൽ എന്തുകൊണ്ടാണ് ആ പത്രോസ് ഈ സമയത്ത് ഇത് പറയുന്ന സമയത്ത് ആ കോഴി കൂവുകയും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു? എന്താണ് അതിലെ പ്രത്യേകത? എന്താ? So when you realize the situation there, then you will understand the intensity clearly. ആ സന്ദർഭം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ അവിടെ എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവും. Jesus Christ was brought inside a hall.
കർത്താവിനെ ഒരു മന്ദിരത്തിലേക്ക് അവിടെ കൊണ്ടുവരികയാണ്. And Peter is, he's warming himself outside the gate. പത്രോസ് അവിടെ തീ കായുകയാണ് അത് വാതിലിന് പുറത്തായിട്ട്. He is interested to see what is happening with the Lord. എന്ത് കർത്താവിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാനുള്ള താല്പര്യത്തോടു കൂടിയാണ് അവൻ അവിടെ നിൽക്കുന്നത്. But he is so afraid. എന്നാൽ അവൻ വളരെ ഭയപ്പെട്ടതുകൊണ്ട് And to realize that, people were literally hitting the Lord, pulling his legs, spitting on him, thrashing him up and down. എന്നാൽ കർത്താവിനെ അവിടെ പലരും അടിക്കുകയും തുപ്പുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The soldiers were dragging him from one corner to another. ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് കർത്താവിനെ പിടിച്ചു തള്ളുകയും വലിച്ചു ഇഴക്കുകയും ചെയ്യുകയാണ്. It was like a volleyball. The Lord had become a kind of a ball where they were just throwing and dragging and pulling and pushing and spatting. അവിടെ കർത്താവിനെ ഒരു പന്തിനെ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ട് വലിച്ചിഴക്കുകയാണ്. And all of a sudden, when they drag him towards the grate, the third time the rooster croaks. മൂന്നാമത്തെ പ്രാവശ്യം ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ കോഴി കൂവുകയാണ്. And the Lord is just next to the gate, and then he gives a look to Peter. ആ വാതിലിന് അടുത്തേക്ക് കർത്താവ് എത്തുമ്പോഴത്തേക്കും കർത്താവ് അവനെ നോക്കുന്നുണ്ട്. In the English version of the Bible, it says, he looked at Peter and Peter started crying bitterly. അവിടെ ഇംഗ്ലീഷിൽ പരിഭാഷ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കർത്താവിനെ നോക്കുകയും അവിടെ കർത്താവ് പത്രോസിനെ നോക്കുകയും പത്രോസ് അവൻ കരയുവാനും തുടങ്ങുകയാണ്. What does that mean? എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The Lord was basically building Peter. അവിടെ കർത്താവ് പത്രോസിനെ ആ ഒരു സാഹചര്യത്തിൽ അവനെ പണിയുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. He was afraid, no doubt. അവൻ ഭയചകിതനാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. But there he wanted him to be known that he still cares him. ആ ഒരു സമയത്ത് പോലും കർത്താവ് അവനെ കരുതുന്നു എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുക. That one look was sufficient for Peter to come back. It was sufficient for Peter to come back. പത്രോസിന് തിരിച്ചു വരുവാനായിട്ട് മടങ്ങി വരുവാനായിട്ട് അത് ഏറ്റവും ഉചിതമായ കാര്യം തന്നെയായിരുന്നു. You mean all other disciples did not have need that? നിങ്ങൾ വിചാരിക്കുന്നല്ലോ മറ്റ് ശിഷ്യന്മാർക്ക് അതൊന്നും ആവശ്യമില്ല എന്ന്? They also needed it. അവർക്കും അത് ആവശ്യം തന്നെയായിരുന്നു. But Peter was little impulsive, and he really had to be built on his impulsive attitude. അവന്റെ പത്രോസിന്റെ ആ എടുത്തുചാട്ട സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് അവനെ അത് പണിതുവാനായിട്ട് കർത്താവ് ശ്രമിക്കുക. That one, Lord will always work in the weakest of your situation. കർത്താവ് നമ്മെ പണിയുവാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും ബലഹീനമായ സ്വഭാവത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. If I am getting angry on any occasion and everything, he will build me for my anger, because that is the weakest point I have in order to depend on God. നാം ഏത് സാഹചര്യത്തിലും ദേഷ്യപ്പെടുന്നതോ അങ്ങനെ കോപശീലമുള്ളവരാണ് എങ്കിൽ നമ്മെ ആ ഒരു ബലഹീന അവസ്ഥയിൽ നിന്ന് നമ്മെ പണിയുവാനായിട്ട് കർത്താവ് ശ്രമിക്കും. He will always put me in a situation where I will always be getting angry. നാം എത്രയും പെട്ടെന്ന് കോപിക്കുവാനായിട്ട് സാധ്യതയുള്ള ആ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവിടെ പ്രവർത്തിക്കും. So that he can work, he can build me on my anger. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് എന്റെ കോപത്തിൽ നിന്ന് അതിന്റെ ഒരു പണിയപ്പെടുവാനായിട്ട് ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കും. Lord did the same with Peter. അത് തന്നെയാണ് പത്രോസിൽ ദൈവം അവിടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്. So one look was sufficient for Peter to come back. അവിടെ കർത്താവിന്റെ ഒരു നോട്ടം മതിയായിരുന്നു പത്രോസിനെ മടക്കി കൊണ്ടുവരുവാനായിട്ട് പര്യാപ്തമാകുവാൻ. After 3 days when Jesus Christ was resurrected, Peter was the athlete who came to the tomb of the Lord. അവിടെ 3 ദിവസം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ വളരെ ശക്തിയായിട്ട് ആവേശത്തോടെ ആദ്യം ഓടിച്ചു വന്നത് പത്രോസായിരുന്നു. Because he wanted to have Lord with him. അതിന് കാരണം എന്ന് പറയുന്നത് കർത്താവ് തന്നോട് കൂടെ ആയിരിക്കണമെന്ന് അതിയായ ആഗ്രഹം പത്രോസിനുണ്ടായിരുന്നു. My beloved, Lord may be putting you in a weakest of the situations. പ്രിയമുള്ളവരെ, നിങ്ങളെ ബലഹീനമായിട്ടുള്ള പല സാഹചര്യങ്ങളും ദൈവം ഒരുപക്ഷെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. Remember, he is trying to build you. നിങ്ങൾ ഓർമ്മിച്ചു കൊള്ളുക, നിങ്ങളെ അവൻ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Coming back to our story, നമ്മുടെ സംഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Here the situation is quite grim.
ഇവിടെ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു പ്രശ്നം നിറഞ്ഞ ഒരു സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. I mean, the whole of the ground is filled with people, more than 5,000, 8,000 people. അവിടെ ആ സ്ഥലം മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. 5000-ലധികം ആളുകൾ അവിടെ ഉണ്ട്. And Lord is saying, Philip, feed them all. അവിടെ ഫിലിപ്പോസിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. I mean, merely impossible thing, right? അത് ഒരിക്കലും സാധ്യമാവാത്ത കാര്യം തന്നെയാണ്. As a human speaking, it cannot be possible. ഇത് ഒരിക്കലും നടക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു The കാര്യമാണ്. boys which were arguing with each other was a very true, they were having a true concern actually. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെയും തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള ആകുലതകൾ തന്നെയായിരുന്നു. But there was something more Jesus Christ wanted to build on them. എന്നാൽ കർത്താവിന് അതിനേക്കാൾ ഉപരിയായ ചില കാര്യങ്ങൾ അവരെ പണിയപ്പെടുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. Number one, trust God with whatever you have got. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മിലുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ആശ്രയത്വത്തിൽ നിന്ന് നമ്മൾ അവനെ ആശ്രയിക്കുക. You can these boys could have an option to go back and tell Lord, we do not know what to do. അവർക്ക് ശിഷ്യന്മാർക്ക് ഒരു അവസരമുണ്ടായിരുന്നു, കർത്താവേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. But they went and arguing with the Lord. എന്നാൽ അവർ തിരിച്ചു വന്ന കർത്താവിനോട് ന്യായവാദങ്ങൾ നിരത്തുവാനായിട്ടാണ് അവർ ശ്രമിച്ചത്. Whatever you have, whatever skill, whatever talent, whatever you have, trust God with that. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ, എന്ത് കാര്യങ്ങൾ, എന്ത് സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ കർത്താവിനെ നമ്മൾ ആശ്രയിക്കണം. That is my second point which I want to bring before you. അതാണ് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പേ പറയുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യം. Give God whatever you have got. നിങ്ങൾക്ക് എന്ത് ലഭിച്ചോ അത് കർത്താവിനായിട്ട് നൽകുക. Here is a small little man. ഇവിടെ ഒരു ബാലകൻ ഉണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. This little boy had a little basket and he was ready to give it to the disciples. ഇവിടെ ഒരു ചെറിയ ബാലനുണ്ട്. അവനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഭക്ഷണവുമായിട്ട് അവൻ വന്നിട്ടുണ്ട്. അവൻ അത് നൽകുവാനായിട്ട് തയ്യാറാവുകയാണ്. And interestingly, this was given to Andrew. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, അത് അന്ത്രയാസിനാണ് ആ ഒരു പാത്രം അവൻ നൽകുന്നത്. Jesus is just waiting for the boy's response. ഈ ഒരു ബാലകന്റെ പ്രതികരണത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു അവിടെ കാത്തിരിക്കുകയാണ്. And now the disciples, they bring the stuff. ഈ ഒരു ആഹാരവുമായിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കലേക്ക് എത്തുക. With a little boy having a little basket, with a little hope of Andrew, Lord started building there. ആ ചെറിയ ബാലൻ ആ ചെറിയ കുറച്ച് ഭക്ഷണവുമായിട്ട് എടുത്ത് ആ ചെറിയ പ്രതീക്ഷയുമായിട്ട് അന്ത്രയാസ് അവിടെ എത്തുകയാണ്. What should be the response of the Lord there actually? അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതികരണം എന്തായിരുന്നു? What do you think? I mean, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ആ സംഭവത്തിൽ കർത്താവ് എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും? ആ സമയത്ത് he would have been disappointed, right? ദൈവം നിരാശനായിട്ടുണ്ടാവും. But again, he said, okay, fine, buddy, I am with you all. എന്നാൽ കർത്താവ് പറയാണ്, ഓക്കെ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ Whatever you have, bring it. നിങ്ങൾ എന്ത് തന്നെ കൊണ്ടുവന്നാലും. Now I was just thinking in this way. ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ അതിനെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Jesus Christ is God, right? കർത്താവായ യേശുക്രിസ്തു ദൈവമാണല്ലോ. He could have asked all the trees around to give the fruits, for this 5,000 people. അവിടെയുള്ള വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഫലങ്ങൾ തന്ന ഈ 5000-ലധികം വരുന്ന പുരുഷാരത്തിന് ആഹാരം നൽകുവാനായിട്ട് ദൈവത്തിന് വേണം ഈ കൽപ്പന കൊടുക്കാമായിരുന്നല്ലോ. Can't he do it? അവൻ അങ്ങനെ ചെയ്തുവോ? He could have done it. അവന് ചെയ്യാൻ കഴിയുമായിരുന്നു. അവന് ചെയ്യാൻ കഴിയും. He is sitting before the sea of Galilee. അവൻ ഗലീല കടലിന് അരികെയാണ് അവൻ അവിടെ ആയിരിക്കുന്നത്. He could have asked all the fish to fly, and come, and they could have made the fish curry or fish fry. സമുദ്രത്തിലെ അല്ലെങ്കിൽ ഗലീല കടലിലെ മത്സ്യങ്ങളെല്ലാം പറന്നു വന്ന് അവർക്ക് നല്ല ഒരു മീൻകറിയോ അല്ലെങ്കിൽ മീൻ ഫ്രൈയോ കൊടുക്കാനായിട്ട് കർത്താവിന് കഴിയുമായിരുന്നില്ലേ? ദൈവത്തിന് അവിടെ തീർച്ചയായും കഴിയുമായിരുന്നില്ലേ? Impossible with the Lord to do anything. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമുക്കറിയാം. In the Israel's time, during their wilderness time, he asked the quails to come out of the bushes and be available for the people there. അവിടെ ബരുവും പ്രവാസത്തിൽ അവർക്ക് വെട്ടുകിളികളെ നൽകുവാനായിട്ട് അവൻ അവിടെ കൽപ്പന കൊടുത്ത് അവരെല്ലാം താഴ്ന്ന അവരുടെ താമസിക്കുന്ന സ്ഥലത്തൂടെ പറന്നു പോവുകയാണ്. Lord could have asked all the quails to come and be available for the people around him.
വെട്ടുകിളികളെല്ലാം വന്ന് അവർക്ക് വേണ്ടിയിട്ട് അവര് ദൈവം അവിടെ തയ്യാറാക്കി കൊടുക്കുകയാണ്. Don't you think it would have been a bigger miracle? People would have, wow, what a Lord we are following. He does an amazing miracle. അവിടെ ദൈവം വളരെ അത്ഭുതം ചെയ്തു എന്ന് തീർച്ചയായിട്ടും അവിടെ പറയുവാനായിട്ട് കഴിയുമായിരുന്നു. But he doesn't do that. എന്നാൽ ദൈവം അതൊന്നും അവിടെ ചെയ്യുന്നില്ല. Forget it. Now take this example. This he could have very much done. ഈ ഒരു സന്ദർഭത്തിലേക്ക് വരിക, അവന് തീർച്ചയായിട്ടും അത് ചെയ്യുവാനായിട്ട് കഴിയും. Lord would have asked the heaven to give the manna, right? He could have easily done that. ദൈവത്തിന് സ്വർഗത്തേക്ക് നോക്കി മന്നകളെ അവർക്ക് നൽകുവാനായിട്ട് പറയുവാനായിട്ട് കഴിയുമായിരുന്നില്ല. Can't he order the heaven, drop the manna for these people? ഈ പുരുഷാരത്തിന് വേണ്ടി മന്ന നൽകുവാനായിട്ട് അവന് കൽപ്പന കൊടുക്കുവാനായിട്ട് കഴിയും. But he doesn't do that also. എന്നാൽ അതും കർത്താവ് അവിടെ ചെയ്യുന്നില്ല. He's just waiting. അവൻ അവിടെ കാത്തിരിക്കുക. Waiting for what? എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? Waiting for the disciples to bring something. ആ ശിഷ്യന്മാർ എന്തെങ്കിലും ചിലത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവൻ അവിടെ കാത്തിരിക്കുക. There comes Andrew with a little, with a little hope. അവിടെ അന്ത്രയാസ് ചെറിയ ഒരു പ്രതീക്ഷയുമായിട്ട് വളരെ കുറച്ച് ആഹാരമായിട്ട് അവിടെ വരികയാണ്. What is it written in verse 13? Can you just, not 13, 8 and 9? 13. Yes, no, 8 and 9. 8-9 വാക്യങ്ങൾ. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. If that last phrase was not there, it would have been much better. അവിടെ ആ അവസാനം പറഞ്ഞ കാര്യം, ആ ഒരു സെന്റൻസ് ഇല്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാവുമായിരുന്നു തോന്നുന്നില്ലേ? But this was the discussion among the disciples. എന്നാൽ ഇതായിരുന്നു ആ ശിഷ്യന്മാരുടെ ഇടയിലുള്ള ആ സംഭാഷണം മുഴുവനായിട്ട്. എന്തോ ആകാനാ ഇവർക്ക് എന്തുള്ളൂ? I have become old. I can't sing or I can't walk. I can't do. എന്തോ ചെയ്യാനാ ബ്രദറെ? ഞാൻ വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് നടക്കാനോ ഒന്നിനും ശേഷിയില്ലെങ്കിൽ മറ്റുള്ളവരോട് എന്ത് ചെയ്യും എന്ന നിസ്സഹായ അവസ്ഥയെ ഞാൻ പറയാൻ സാധ്യത. Brother, I do not have any job. What can I do? സഹോദര, എനിക്കൊരു ജോലിയില്ല, എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? I am not as beautiful as others. What can I do? Sisters always say that. ഞാൻ മറ്റുള്ളവരെ പോലെ സൗന്ദര്യമുള്ളവനല്ല, എന്ത് ചെയ്യും ഞാൻ? What can I do? എന്ത് എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? He is not interested in your strength, my dear beloved. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളുടെ ബലമുള്ള കാര്യങ്ങളിലേക്കല്ല കർത്താവിന്റെ ശ്രദ്ധ. I was just thinking in this way. ഞാൻ ഈ രീതിയിൽ അതിനെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Nicodemus, Joseph the Arimathea, even Saul the Paul, they all were contemporaries of these disciples. ഈ ഒരു ശിഷ്യന്മാരുടെ ശേഷം വന്ന ഒരുപാട് പേരുണ്ട്. യോസെഫ്, അതുപോലെ no, they all were together. അവരെല്ലാവരും ഒരേ കാലഘട്ട സമകാലികരായിരുന്നു ശിഷ്യന്മാരും അല്ലെങ്കിൽ പൗലോസ്, അങ്ങനെയുള്ള കുറെ പേരുടെ കാര്യങ്ങൾ നമുക്കറിയാം. They all were brilliant people. Nicodemus, Joseph the Arimathea, Saul the Paul, they all were highly educated, highly intellectual, but Jesus Christ did not choose either of them. ആ സമയത്ത് ജീവിച്ചിരുന്ന നിക്കോദിമോസോ അരിമത്യയിലെ യോസേഫോ അല്ലെങ്കിൽ പൗലോസായി മാറിയ ശൗലോ അവരൊക്കെ സമകാലികരായിരുന്നു. അവരെല്ലാം നല്ല വിദ്യാസമ്പന്നരായിരുന്നു, കഴിവുള്ളവരായിരുന്നു. എന്നാൽ അവരെ ആരുമല്ല കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരായിട്ട് ആദ്യം തെരഞ്ഞെടുക്കുന്നത്. Jesus Christ chose the uneducated. കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് വിദ്യാസമ്പന്നത ഇല്ലാത്തവരെയായിരുന്നു. The publicans who had no value in the community. സമൂഹത്തിൽ യാതൊരു വിലകളും അധികം കൽപ്പിക്കാത്ത ഒരു ജനതയിൽ നിന്ന്. He had dinner with the prostitutes. അവൻ വേശ്യയുടെ കൂടെ നിന്ന് അത്താഴം കഴിക്കുന്നു. He was having a time with Zacchaeus the tax collector and Simon the leper, so on and so forth. ചുങ്കക്കാരനായ സഖായിയുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ കുഷ്ഠരോഗിയുടെ അടുത്ത് നിന്ന് ശിമോന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. He chose people of that kind. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ആയിരിക്കുക. You know why? എന്തുകൊണ്ടാ? In my words as
in Paul's words, as he writes, to make the mockery of the people, those who are intellectuals. ആ കുലഹീനരായിട്ടുള്ളവർ അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടവരെ അവൻ ഉയർത്തുവാനായിട്ട് ശ്രമിച്ചു എന്ന് നാം പൗലോസ് പറയുന്നുണ്ടല്ലോ. He is not interested in your beauty, your talent, your capability, your material assets. He is interested in you and you alone. നിങ്ങൾക്കുള്ള വിഭവങ്ങളിലോ നിങ്ങളുടെ കഴിവുകളിലോ നിങ്ങളുടെ ബലങ്ങളിലോ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യത്തിലുമല്ല ദൈവത്തിന്റെ ശ്രദ്ധ. If he is interested to do, bigger thing, he will have bigger plans with the bigger people. അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അവന് വേറെ മറ്റു പലരെയും അതിനു വേണ്ടി ഉപയോഗിക്കാമായിരുന്നു, മറ്റു പല വലിയ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു. God has a specific plan for each one of us. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതി ദൈവത്തിനുണ്ട്. Give God what you have got. നിങ്ങൾക്ക് എന്തുണ്ടോ അത് ദൈവത്തിന് നിങ്ങൾ നൽകുക. If you cannot sing, you can speak. Be available for God. നിങ്ങൾക്ക് പാടുവാൻ കഴിയില്ലെങ്കിൽ അവന് വേണ്ടി സംസാരിക്കുവാനായിട്ട് നിങ്ങൾ ലഭ്യതയുള്ളവരായി മാറുക. If you can't teach, you can pray. Do it for God. നിങ്ങൾക്ക് പഠിപ്പിക്കുവാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം ഉപയോഗിക്കാം. If you cannot drive, you can at least come and be available in the meetings. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. നിങ്ങൾക്ക് വാഹനം ഓടിച്ച് വരുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സഭായോഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. My contention is that be available for God for whatever you want to do. ദൈവത്തിന് നിങ്ങൾ ഏത് രീതിയിൽ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ ദൈവത്തിന് ലഭ്യതയുള്ളവരായി നിങ്ങൾ മാറുക. And that is a decision you need to take. ആ ഒരു തീരുമാനമാണ് നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടത്. That you will be available for God because this is what he wants from me. ദൈവത്തിന് ലഭ്യതയുള്ളവരായി ദൈവത്തിന് നിങ്ങളെ സമീപിക്കുവാനായിട്ട് കഴിവുള്ളവരാക്കി നിങ്ങളെ മാറ്റുക. Believe him. അവനിൽ വിശ്വസിക്കുക. He will transform you. അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. He will take care of you. നിങ്ങളെ അവൻ കരുതിക്കൊള്ളും. He is not interested in the best kind of heart. ഏറ്റവും ഉത്തമമായ ഹൃദയമുള്ളവരെയൊന്നും അല്ല ദൈവത്തിന് ആവശ്യം. He is ready to build the broken hearts. അവൻ തകർന്ന ഹൃദയമുള്ളവരെയാണ് പണിയുന്നത്. That is why he is been glorified. അങ്ങനെയാണ് അവന്റെ നാമം മഹത്വപ്പെടുന്നത്. So number one, ഒന്നാമത്തെ കാര്യം, trust God with whatever you have got. നിങ്ങൾക്ക് ലഭിച്ചതിനാൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക. Number two, give God with whatever you have got. നിങ്ങൾക്ക് ഉള്ളതിനെ കൊണ്ട് ദൈവത്തിന് നൽകുക. And finally, മൂന്നാമതായിട്ട്, message of God in all the mess of you have got. ഈ പ്രശ്നത്തിലെല്ലാത്തിലും നിങ്ങളുടെ ദൈവം ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. Okay, now coming back to verse 13. 13ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. Now, what is a miracle here? ഇവിടത്തെ അത്ഭുതം എന്താണ്? What do you think? What is a miracle? എന്താണ് ഇവിടെ നടന്ന അത്ഭുതം? ഇവിടെ നടന്ന അത്ഭുതം എന്താ? Are you all there? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? What is a miracle here? ഇവിടെ നടന്ന അത്ഭുതം എന്താ? Feeding the 5,000, is it? 5000 പേരെ പോഷിപ്പിച്ചതാണോ? This is what we misunderstand sometimes. തൃപ്തരായി. എല്ലാവരും തൃപ്തരായി. ശേഷിച്ച കൊട്ട 12 പേര്. Okay. See, one thing we have to remember, the message is something which is most important when we are going through mess in our life. പ്രിയമുള്ളവരെ, നമ്മൾ സംഘർഷപരമായ അവസ്ഥയിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് ഒരു സന്ദേശം നൽകുവാനായിട്ടുണ്ട്. And that message is going to take you long with the Lord. പ്രിയമുള്ളവരെ, ആ സന്ദേശം നിങ്ങളെ കർത്താവിലേക്ക് നടത്തുവാനായിട്ട് കെൽപ്പുള്ളതാണ്. Sometimes that message may be disappointing. ഒരുപക്ഷെ ആ ഒരു സന്ദേശം നമ്മെ നിരാശപ്പെടുത്തുന്നതായിരിക്കും. Sometimes the mess which you are going through will break you, will disappoint you, will crush you. It's okay. ഒരുപക്ഷെ ആ സന്ദേശം നിങ്ങളെ തകർക്കുന്നവരായിരിക്കും, നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരിക്കും. അത് അങ്ങനെ ആയിരിക്കട്ടെ. But there is a message. എന്നാൽ അവിടെ ഒരു സന്ദേശമുണ്ട്. And that message has a bigger value to depend on God and to take further life with God. ആ സന്ദേശത്തിനാണ് ദൈവത്തെ നിങ്ങളിലോട്ട് ആശ്രയിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുവാൻ നിങ്ങളെ കെൽപ്പുള്ളവരാക്കി മാറ്റുന്നത്. Yesterday Melba was sharing her testimony and we were reminded, me and Melba, we were traveling in the bike. മെൽബ സഹോദരി കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോ സഹോദരനും മെൽബ സഹോദരിയും കൂടെ ആ ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്തുള്ള കാര്യം. And all of a sudden one police fellow comes and he stops us and he started abusing us.
Police, yeah. പോലീസ് ഓഫീസർ വന്ന് ഇവര് ഒരു കുറെ ശകാരിക്കുന്നുണ്ട്. I mean, he is not, we have not done anything. We were on our side, everything was fine, but we were just behind the lorry. അവര് വേറെ പ്രത്യേകിച്ച് നിയമവിരുദ്ധമായിട്ടൊന്നും അവിടെ ചെയ്യുന്നില്ല. ശരിയായ രീതിയിൽ ശരിയായ ദിശയിലാണ് അവരായിരിക്കുന്നത്. എന്നാൽ അവര് ആ ലോറിയുടെ സൈഡ് വശത്താണ് ആയിരിക്കുന്നത്. His whole intention was, be careful, this lorry driver can't see you behind. ആ പോലീസുകാരന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ലോറി ഡ്രൈവറിന് നിങ്ങളെ ഈ വശത്ത് കാണുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്. But we were so annoyed, we were so disappointed, I mean, all our fun had gone within no time. എന്നാൽ എന്തിനാണ് ഇദ്ദേഹം ഈ രീതിയിൽ ഞങ്ങളെ ശകാരിക്കുന്നതെന്ന് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് തോന്നി. But after a week's 10 days time, when she had met with an accident, exactly same situation, but not bike, the car. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ബൈക്കിലല്ല ഒരു കാറിലായിരുന്നപ്പോ ഇതേ സന്ദർഭത്തിൽ ഒരു അപകടം അവിടെ ഉണ്ടായി. And they literally were almost crushed, Melba and Daddy. ആ സമയത്ത് മെൽബജിയും അതുപോലെ പിതാവും അവിടെ അവര് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. But that situation which they had learned, Melba had learned, that behind the lorry the driver can't see anything. She kept honking the horn. അവിടെ ആ സമയത്ത് ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം ഓർമ്മ വരികയും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പെട്ടെന്ന് ആ ഹോണിൽ അമർത്തി പിടിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. So the driver could hear the horn and he could stop it. അങ്ങനെ ആ ഡ്രൈവറിന് ഈ ഹോൺ കേൾക്കുകയും അങ്ങനെ ആ വാഹനം അവിടെ നിർത്തുവാനുണ്ടായി. You may go through the mess. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നത്തിലൂടെ ഒരു പക്ഷേ നിങ്ങൾ നടന്നു പോയിരിക്കാം. But mess will disappoint you, crush you, break you, but there is a message behind it. ആ സന്ദേശം ഒരുപക്ഷെ നിങ്ങളെ തകർക്കുന്നതായിരിക്കും, നിങ്ങളെ നിരാശപ്പെടുത്തുന്നവരായിരിക്കും, എന്നാൽ അത് നിങ്ങളെ നയിക്കുന്നതായിരിക്കും. And there may be situations when you will be again and again and again going through the same kind of mess. ഒരു പക്ഷേ ഒരുപോലെയുള്ള പ്രശ്നമായ അന്തരീക്ഷത്തിലൂടെ നിങ്ങൾ പിന്നെയും കടന്നു And പോയിക്കൊണ്ടിരിക്കുകയാണ്. same thing will be happening. You will be disappointed, you will be broken. അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെയും നിങ്ങൾ നിരാശരുള്ളവരായി അല്ലെങ്കിൽ തകർക്കുന്ന അവസ്ഥയിലോട്ട് വന്നു എന്ന് വരാം. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Depend on God in the situation out of this mess. ഈ ഒരു പ്രശ്നമുള്ള സാഹചര്യത്തെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ദൈവം നൽകുന്ന സന്ദേശം. Here the situation was, Philip and the entire disciples, they had absolutely no clue how to handle this situation. ഇവിടെ ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് അവർക്ക് പ്രതികരിക്കേണ്ടതെന്ന് ഒന്നും അവർക്ക് അറിയത്തില്ല. They did not go to the Lord, or they did not even bother to ask him, Kartave, what to do. അവർ കർത്താവിനോട് വന്ന് എന്ത് ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് പോലും അവർ അവിടെ ചോദിക്കുന്നില്ല. This is what the statement says. What? They all were filled and they carried what? How many basket of leftovers? അവര് എല്ലാവരും തിന്ന് തൃപ്തരായി. അവിടെ എത്ര അപ്പം അവിടെ ശേഷിച്ചു എന്നാണ് കാണുന്നത്? 12 baskets. 12 കൊട്ട നിറച്ചെടുത്തു. What do you think? Why not 11? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് 11 ആകാത്തെ? Oh, why not 13? എന്തുകൊണ്ടാ 13 ആകാത്തെ? Why only 12? എന്തുകൊണ്ടാ 12 മാത്രം? Exactly. ശിഷ്യന്മാർ 12 ആയതുകൊണ്ട്. The intention of the whole situation was to teach them that I am the one who can even work through the grim situation. പ്രിയമുള്ളവരെ, ആ 12 ശിഷ്യന്മാർക്കും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്നുള്ളത് അവർക്ക് ദൈവം അവിടെ മനസ്സിലാക്കി കൊടുത്തു. What was their conversation before? അതിനു മുമ്പത്തെ അവരുടെ സംഭാഷണങ്ങളൊക്കെ എന്തായിരുന്നു? If we work for 2 months and get 200 denarii, that will also not be sufficient for these people. നമ്മൾ ഈ 2 മാസം അവർ അധ്വാനിച്ചാലും 200 പണത്തിനെ തികയത്തുള്ളൂ, അതുപോലും ഈ പുരുഷാരത്തിന് തികയില്ല എന്നതായിരുന്നു അവരുടെ സംസാരം. And now here they are carrying 12 baskets, 1 basket each. എന്നാൽ ഈ സമയത്ത് അവര് ഓരോരുത്തർക്കും ഓരോ കൊട്ട വീതം ലഭിക്കുന്ന രീതിയിൽ അവിടെ ആയിരിക്കുക. Sometimes we misunderstand what is this leftover. നമ്മൾ പലപ്പോഴും ഈ ബാക്കി വന്നതിനെ കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. If we are having a biryani, leftover are the bones, right? നമ്മള് ഈ ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ ബാക്കി അവശിഷ്ടമായിട്ടുള്ളത് എല്ലുകളായിരിക്കുമല്ലോ. That is not the leftovers which is being meant here. അവിടെ പറഞ്ഞിരിക്കുന്ന അവശിഷ്ടം എന്ന് പറയുന്നത് അതിനെ കുറിച്ചല്ല. That is called waste. അതിന് അവശിഷ്ടം, അതായത് കളയേണ്ട കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
they did not carry the waste with them. അവര് ബാക്കി ഉണ്ടായിരുന്ന അവിടെയുള്ള കളയേണ്ട അവശിഷ്ടങ്ങളൊന്നും അല്ല. But they carried the leftover. That means if there was a 150 biryani, only 50 biryani was served. 100 biryani are leftovers. അവിടെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു 150 ബിരിയാണി അവിടെ ഉണ്ടായിരുന്നു, 50 ബിരിയാണി അവിടെ കൊടുത്തു, 100 ബിരിയാണി അവിടെ ബാക്കിയുണ്ട് എന്ന രീതിയിൽ നാം മനസ്സിലാക്കുക. 12 baskets were extra available for them to carry home. ആ 12 കൊട്ട അവിടെ പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു അവർക്ക് കൊണ്ടുപോകാനായിട്ട് പാകത്തിൽ. This was the message Lord wanted to teach them. ഈ ഒരു സന്ദേശമാണ് ദൈവം അവർക്ക് നൽകുവാനായിട്ട് ഉദ്ദേശിച്ചത്. Believe in him. അവനിൽ വിശ്വസിക്കുക. Trust in him with whatever you have got. നിങ്ങൾക്ക് എന്ത് ലഭിച്ചോ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവനെ ആശ്രയിക്കുക. Trust God with whatever you have. നിങ്ങൾക്ക് ഉള്ള എന്തൊക്കെയുണ്ടോ അതുകൊണ്ട് അവനെ ആശ്രയിക്കുക. Give God whatever you have got. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനാൽ ദൈവത്തെ അവനിൽ ആശ്രയിക്കുക. And message of God in all the mess you have got. ഈ ഒരു സംഘർഷമായ അവസ്ഥയിൽ ആ ദൈവത്തിന് ഒരു സന്ദേശം നൽകുവാനായിട്ടുണ്ട്. Learn to believe in him more and more. അവനിൽ കൂടുതലായി വിശ്വസിക്കുവാനായിട്ട് ദൈവം ഇടയാക്കണം. My beloved, last year God has given us so many lessons as an individual, as a family, as a church. പ്രിയമുള്ളവരെ, വ്യക്തികളായിട്ടും സഭയായിട്ടും ഒക്കെ അനേക പാഠങ്ങൾ ദൈവം നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ നൽകുകയുണ്ടായി. God must have hit on your weak point to teach you something profound. നിങ്ങളെ ഏറ്റവും ബലഹീനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് ദൈവം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. Did you learn those lessons? ആ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? I have failed a number of occasions last year. കഴിഞ്ഞ അനേക സന്ദർഭങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുക. I did not pay attention to the lessons, the messages what God had been teaching me. ദൈവം എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ച സന്ദേശങ്ങളോ പാഠങ്ങളോ ഞാൻ ശ്രദ്ധിക്കുവാനായിട്ട് മുതിർന്നില്ല. As a family, I confess we have failed on many occasions. ആ കുടുംബമായിട്ട് ഞാൻ പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടതായിട്ട് സമ്മതിക്കുക. And this is a challenge I want to leave you with. ഈ ഒരു വെല്ലുവിളി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെയും വയ്ക്കുന്നത്. Call for belief. വിശ്വാസത്തിന്റെ ആഹ്വാനം. This year ഈ വർഷം be a year of belief. വിശ്വാസത്തിന്റെ ഒരു വർഷമായി മാറട്ടെ. Believe in him. അവനിൽ വിശ്വസിക്കുക. Believe in him with whatever you have. നിങ്ങൾക്ക് എന്തുണ്ടോ ആയതിനാൽ അവനെ വിശ്വസിക്കുക. He is ready to work through it. അതിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം താല്പര്യമുള്ളവരാണ്. He is interested that you can depend on him. അവനിൽ ആശ്രയിക്കുമ്പോൾ അവനിൽ നിങ്ങളിൽ താല്പര്യമുള്ളവരാണ്. As an individual, believe in him. വ്യക്തിപരമായി അവനിൽ വിശ്വസിക്കുക. As a family, if you have gone through a mess, try to find the message out of it. അത് നിങ്ങൾ കുടുംബമായിട്ട് വലിയ പ്രശ്നത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം നൽകുന്ന സന്ദേശം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. Let me tell it more specifically. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. As a church, if we have failed on situations, നാം സഭയായിട്ട് ഈ ഒരു സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ടാൽ, as a church, let us reconcile and find the message for the Lord. നാം തിരിച്ചു വന്ന് അല്ലെങ്കിൽ അതിനെ ശരിയാക്കിക്കൊണ്ട് അവൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് ശ്രമിക്കുക. This year be a year of belief in him more and more. ഈ ഒരു വർഷക്കാലം അവനിൽ അധികമായിട്ട് വിശ്വസിക്കുവാനായിട്ട് പാകപ്പെടുവാൻ ഇടയാകട്ടെ. May God bless you as you consider this verse. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ.